ഷൈജു ആന്റണി, ഇവിടെ താങ്കൾ പറഞ്ഞ കാര്യം ഒരു കാര്യം പ്രധാനമാണ്. ഇപ്പോൾ ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കെതിരെ വേണമെങ്കിൽ തെരുവിൽ യുദ്ധം, അതിൽ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ പറവൂരിലടക്കം ജയിക്കുന്ന മുന്നണിയുടെ പടനായകൻ തോറ്റേക്കാവുന്ന റിസ്ക് ഉണ്ട്. എന്നിട്ടും വി ഡി സതീശൻ ആ റിസ്ക് എടുക്കുന്നത് അതൊരു നിലപാടുകൊണ്ട് ഒരു തർക്കം അക്കാര്യത്തിലില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഇവിടെ എല്ലാവരും മരിച്ചു പോകും, ഓർമ്മകളുമായും, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, അതൊന്നും നിലപാടാണ്. പക്ഷേ അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോൾ, പ്രയോഗത്തിൽ വരുമ്പോൾ നിലപാട് കൊണ്ടോ വാചകം കൊണ്ടോ മാത്രം കാര്യമില്ല. നടപടി ഉണ്ടാവണം, കടുത്ത നടപടി ഉണ്ടാവണം. നോക്കൂ, കഴിഞ്ഞ പോയ 3-4 വർഷങ്ങളിൽ കേരളം കേട്ട വിദ്വേഷ പ്രചരണത്തിന് കയ്യും കണക്കുണ്ടോ? അതിന് തടയിടാൻ വി ഡി സർക്കാർ എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാവുന്ന ചെന്നിത്തലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് മെയിൻ ചോദ്യമാണ്. ശ്രീ ഷൈജു ആന്റണി, ഹാഷ്മി പറഞ്ഞത് 100% ശരിയാണ്. വിദ്വേഷ പ്രസംഗങ്ങൾ കേരളത്തിൽ അതിപ്രസരമുണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ, വിദ്വേഷ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയതിൻ്റെ അനുരണനങ്ങളാണ് പലയിടത്തും ആൾക്കൂട്ട ആക്രമണത്തിലേക്കും പല വീടുകൾ ആക്രമിക്കുന്നതിലേക്കും ആരാധനാലയങ്ങളിൽ ആളുകൾ പോകുമ്പോൾ വഴിയിൽ നിന്ന് ജനക്കൂട്ടം കല്ലെറിയുന്നതിലേക്കും ഒക്കെ നയിച്ചതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഈ വിദ്വേഷ പ്രസംഗമാണ്. അതിനകത്ത് ഒരു കാര്യത്തിലും ഒരു സംശയമില്ല. ഇപ്പോൾ ഷാബു പ്രസാദ് എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത്, ഈ ജാതികൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നത് വലിയ അപകടമുണ്ടാക്കും എന്ന രീതിയിലാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത്. അത് നിസ്സാരമായിട്ടാണെന്നും ഞാനത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോ, താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ ഷാബു പറഞ്ഞത് അങ്ങനെ കൊടുക്കാം, പക്ഷെ പറഞ്ഞൂടാ എന്നാ പറഞ്ഞത്. ഷാബു പ്രസാദ് അങ്ങനെ കൊടുക്കണം, പക്ഷെ പറഞ്ഞൂടാ. സംസാരിച്ചപ്പോ നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതായത് ജാതികൾക്ക് പ്രാതിനിധ്യം കൊടുത്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് വലിയ നേട്ടമായിട്ടോ അതാണ് വലിയ സംഭവം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യൻ കള്ളമാണ് പറയുന്നത്, നുണയാണ് പറയുന്നത്. ഷാബു പ്രസാദ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഷാബു പ്രസാദ്, ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കൊരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തന്നെ ചെയ്യണമെന്നേ. അത് പറഞ്ഞു ചെയ്താൽ എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ വിഷമം? അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയണത്, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇങ്ങനെ വിഷമിച്ചു. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച ആളാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ അത്തരം അവകാശവാദങ്ങൾ തരത്തിലും തഞ്ചത്തിലും ഉപയോഗിക്കുന്ന ആളാണ്. നിർത്തുന്നേ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞത്, തരത്തിലും തഞ്ചത്തിലുമൊക്കെ ഇത്തരം അവകാശവാദങ്ങൾ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു കാര്യം ചെയ്തിട്ട് അത് കുട്ടിഘോഷിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന അതേ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഷാബു പ്രസാദ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഞാൻ പറഞ്ഞു വന്നത്, അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എല്ലാത്തിനെയും ഇവിടെ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്നേ, അതൊക്കെ എത്ര കാര്യമാക്കേണ്ടതില്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് വലിയ അപകടം തന്നെയാണ്. ഈ NSS സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞാലും, BJP ഇങ്ങനെ പറഞ്ഞാലും, SNDPയുടെ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണെന്നേ. ഇന്ന് ഒരു 5-10 മിനിറ്റ് അതിശക്തമായിട്ടാണെന്ന് ഇന്നലെ നമ്മളിരുന്ന ചർച്ചയിൽ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പേര് സുകുമാരൻ നായരുടെ പേര് തന്നെയാണെന്ന് നിങ്ങൾ കേട്ടതല്ലേ? നിങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതല്ലേ? അപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് ദ്രൗപദി മുർമുവിനെ നിങ്ങൾ വെച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞത് ഒരു 5 മിനിറ്റ് മുമ്പ്, ഒരു 5-8 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ BJP കേരളം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിനകത്ത് രാഷ്ട്രീയമായി പറയാവുന്ന തരത്തിലുള്ളൊരു പോസ്റ്റാണ്, വിശദാംശങ്ങളില്ലെങ്കിലും. അതിനകത്ത് കർണാടകയിലെയും തെലുങ്കാനയിലെയും ഹിമാചൽ പ്രദേശിലെയും കോൺഗ്രസ് സർക്കാരുകൾ പരാജയമാണ്, അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിച്ച് അവിടെയൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്നത് അടുത്തത് കേരളത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയണത്? 10 വർഷത്തിന് ശേഷം ഭരണം ലഭിച്ചിട്ടും മുഖ്യമന്ത്രി കസേരയ്ക്കായി 10 ദിവസം നീണ്ട നാണം കെട്ട ഗ്രൂപ്പ് പോരും. അതിനുശേഷം നിങ്ങളിപ്പോൾ 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയതാണ്. 4 ദിവസം കയ്യിൽ നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ വെച്ച് വരുംകാലത്തിനെ
ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളുടെ ഇടയിൽ ഷാബു നമ്മൾ രണ്ടുപേരും ചർച്ചയ്ക്കിരിക്കുന്നതാണ്. ഷാബു അസ്വസ്ഥനാകല്ലേ, ഞാൻ പറയട്ടെ ഷാബു, ഞാൻ അസ്വസ്ഥനാകല്ലേ. അടുത്ത വാചകം വളരെ ശ്രദ്ധേയമാണ്. എന്താണെന്നറിയാമോ? ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും താളത്തിനൊത്ത് തുള്ളുന്ന കോൺഗ്രസിന് ഒരു സമത്വ ഇത് നിങ്ങളുടെ പോസ്റ്റാണ് ഞാൻ വായിക്കുന്നതെന്ന്. ഞാൻ പുറത്തുനിന്നല്ല വായിക്കുന്നത്, നിങ്ങളുടെ പോസ്റ്റാണ് വായിക്കുന്നത്. അതിൽ അടുത്ത വാചകം ഇതാണ്: ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും താളത്തിനൊത്ത് തുള്ളുന്ന കോൺഗ്രസിന് ഒരു സമത്വ ഭരണം കേരളത്തിൽ കാഴ്ചവെക്കാനാവില്ല. എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ ഈ തുടക്കത്തിലെ പറഞ്ഞു വയ്ക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.